ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, അതായത് നമ്മുടെ മധുരക്കിഴങ്ങില്ല അതുകൊണ്ടുള്ള ചപ്പാത്തിയാണ്. അത് കണ്ടില്ല, 2 സൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ടേസ്റ്റിയാണ്, എളുപ്പമാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് വേവിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മധുരക്കിഴങ്ങ് അതൊരു കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. അതുപോലെ ഒരു കഷ്ണം വേവിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചതാണത്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മതിയാവും. ഇതുപോലൊരു മധുരക്കിഴങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, എരിവനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുറച്ച് മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒലിവ് ഓയിൽ, പിന്നെ കസ്തൂരി മേത്തി അത് കുറച്ച് മതി. ഈ ഒലിവ് ഓയിൽ ഒരു ടീസ്പൂൺ അത്ര മതിയാവും. ഈ മധുരക്കിഴങ്ങ് ഇതുപോലെ നന്നായിട്ട് ഉടയ്ക്കണം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരൽപ്പം കസ്തൂരി മേത്തി, അതൊന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിടുക. പിന്നെ ഒലിവ് ഓയിൽ, ഇനി നന്നായിട്ട് കുഴയ്ക്കുക. എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ കുഴയ്ക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ കഴിക്കാൻ, ചിലപ്പോൾ പുഴുങ്ങി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മധുരക്കിഴങ്ങ് മാത്രം നല്ലതാണെന്ന്. അപ്പം ഞാൻ അതിനകത്ത് ഒരു ചെറിയ ഉരുള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറയില്ല, 2 ടൈപ്പ് ഉണ്ടാക്കി കാണിക്കാൻ ഞാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ചെറിയ ഉരുള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഗോതമ്പ് പൊടി ഞാൻ ഇടുകയാണ്. കുറച്ച് ഗോതമ്പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് അല്ലാതെ നമ്മൾ കുഴക്കില്ല, അതുപോലെ കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടെ ഒലിവ് ഓയിൽ, വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം അധികം അങ്ങനെ ചേർക്കണ്ട. ഇതുണ്ട്, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ചത് പരത്തിയെടുക്കാം.
ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് എന്താണെന്ന് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണ്. ഞാൻ മറ്റേത് അതുപോലെ വരത്തില്ല. ഇനിയിപ്പം രണ്ടാമത്തെ രീതിയിൽ നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കില്ലേ, അതുപോലെ കുഴച്ച് ചെറുതായിട്ട് പരത്തുക. സ്റ്റഫ്ഡ് സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ അതിനകത്ത് ഈ ചപ്പാത്തിക്ക് അതേ നമ്മൾ ഉണ്ടാക്കിയ ഈ സ്റ്റഫ് അതിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ഇതിനകത്തേക്ക് വെക്കാം. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെ മടക്കി ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തിയതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത്. കല്ല് ചൂടായ ശേഷം അതിനകത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യം പരത്തിയിടാം. ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഒന്ന് തിരിച്ചിടാം. കണ്ടോ, അത് പൊങ്ങി വരുന്നത് കണ്ടോ? നല്ല ഭാഗമാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. നല്ല സോഫ്റ്റാണിത്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ മധുരക്കിഴങ്ങില്ലേ, അതിൻ്റെ ആ ഒരു വെള്ളമയം മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ ഓയിലാണ് ചേർത്തേക്കുന്നത്. അത് റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയില്ലേ ആലു പൊറോട്ട പോലെ അകത്ത് വച്ചിട്ട്, അതാണിത്. രണ്ട് സൈഡിൽ നന്നായിട്ട് നെയ്യ് തേച്ച് കൊടുക്കണം. ഈ സൈഡിൽ നെയ്യ് തേച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പൊറോട്ട റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.